നമസ്കാരം, ഞാൻ ഡോക്ടർ ആവണി ഹർഷൻ, ഒരു വുമൺ എംപവർമെൻറ്റ് കോച്ചാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ പ്രശ്നത്തിൽ നിന്നും ഓടി ഒളിക്കുക, അല്ലെങ്കിൽ പ്രശ്നത്തെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ആരുടെ ജീവിതത്തിലാണ് പ്രശ്നങ്ങൾ വരാത്തത്? പേടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ജീവിതത്തിൽ ഒരു സക്സസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സക്സസ് ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് വരികയല്ല, നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. ഒരു പക്ഷേ സ്കൂളിലോ കോളേജിലോ അതോ നിങ്ങളുടെ വർക്ക് പ്ലേസിലോ ആരെങ്കിലും എന്തെങ്കിലും കളിയാക്കുകയോ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്തിരിക്കാം. ഒരാൾ നമ്മളെ കളിയാക്കിയത് കൊണ്ടോ നമ്മുടെ വാല്യൂ കുറച്ച് കണ്ടത് കൊണ്ടോ നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങളൊരു ബാങ്കിൽ പോയപ്പോൾ ആരെങ്കിലും നിങ്ങൾ കളിയാക്കിയതായിരിക്കാം എന്ന് വിചാരിച്ച് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കാതിരിക്കില്ലല്ലോ. ഒരു സംശയവും ചെറുതോ വലുതോ അല്ല, എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും വരുന്ന ഒരു കാര്യം നിങ്ങൾ ചോദിക്കാൻ മടിക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കാം. അതേപോലെ ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് ട്രോമകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ അവരെ പഠിപ്പിച്ച ടീച്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുകയോ നമ്മളെ വില കുറിച്ച് കാണുകയോ ചെയ്തിട്ടുണ്ടാകാം. അത് നമ്മുടെ മനസ്സിൽ വളരെ ഡീപ്പായി പതിയുകയും പിന്നീട് നമ്മളെ അത് വീക്കാക്കുകയും പല നല്ല സന്ദർഭങ്ങൾ വന്നിട്ടും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടും നമ്മൾക്ക് ധൈര്യപൂർവ്വം ആ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ പറ്റാത്തത് ഇതാണ് മെയിൻ റീസൺ. ആരെന്ത് പറഞ്ഞോട്ടെ, ആളുകളുടെ ചിന്താഗതിയും അവരുടെ ആക്ഷൻസും നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്താണ് നമുക്ക് മാറ്റാൻ പറ്റുക? നമുക്ക് നമ്മളെ തന്നെ മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ. സൊസൈറ്റിയുടെ കാഴ്ചപ്പാടുകളും ചുറ്റുമുള്ള മനുഷ്യരുടെ അനുസരിച്ച് ജീവിക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സക്സസ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. സ്ത്രീകൾ എപ്പോഴും അവരുടെ ആ ഒരു ഷെൽഫിൽ അല്ലെങ്കിൽ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഒന്നില്ലെങ്കിൽ ഒരു ട്രോമ ചെറുപ്പത്തിൽ നടന്നിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കാര്യം. അതിൻ്റെ ബേസിസിലായിരിക്കാം അവർ പിന്നീടുള്ള ലൈഫിലേക്ക് മുന്നേറാത്തത്. നമ്മളൊരു കാര്യം ഭയക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. പുതിയ ഒരു ജോലി ചെയ്യാനോ പുതിയൊരു കാര്യം പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലാണ്, ഒരു ഇൻഹിബിഷൻ. എന്നെ കൊണ്ടിത് പറ്റുമോ? പണ്ട് ഞാൻ ഫെയിൽ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പണ്ട് ഇന്ന ആള് അല്ലെങ്കിൽ ഇന്ന സ്റ്റാഫ് ഇന്ന ടീച്ചർ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കൊളീഗോ ഫ്രണ്ടോ എന്നെ കളിയാക്കുകയോ എന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഡിസ്റെസ്പെക്റ്റ് ചെയ്യുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാകാം. അതിൻ്റെ ബേസിസിലായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് നിങ്ങളുടെ ലൈഫ് ഒരിക്കലും മാറ്റി വയ്ക്കേണ്ടതല്ല. ഇനിയും നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ഒരുപാടുണ്ട് നിങ്ങൾക്ക് ജീവിച്ച് തീർക്കാൻ. ജീവിതം ഒരിക്കലും ജീവിച്ച് തീർക്കുക അല്ല വേണ്ടത്, നമ്മൾ പർപ്പസ്ഫുള്ളി പാഷനേറ്റ്ലി ആൻഡ് ഹാപ്പിലി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നേറുക തന്നെ വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി.